ഞങ്ങള് ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. അറിയില്ല. ആഫ്റ്റർനൂൺ ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും മോശമായ ദിവ്യ ശ്രീധർ, ക്രിസ് വേണുഗോപാൽ അറിയാത്തവരാരുമില്ല. ഈ അടുത്ത സമയത്ത് അവരുടെ കല്യാണം കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു സോഷ്യൽ മീഡിയ തന്നെ ഒരു തരംഗം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ കിളവന് വേറെ പണിയൊന്നുമില്ല, ഈ കിളവനെ എങ്ങനെ അവർ കെട്ടി. പക്ഷെ അദ്ദേഹം വെറും യങ്ങായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് എന്താ പറയണ്ടേ, പുരസ്കാരങ്ങളും കാര്യങ്ങളും ഒരുപാട് ഇതും കിട്ടിയ ഒരു മനുഷ്യനാണ് സത്യത്തിൽ. നമ്മുടെ മലയാളത്തിൽ തന്നെ സീരിയൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും പുറത്താണെങ്കിലും ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത് അദ്ദേഹം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയങ്ങളും കാര്യങ്ങളും. വൈബ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലാണ്. അവർ ആവശ്യമില്ലാത്ത കുറെ കഥകളും കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചെടുക്കുക. ഇവർ ഭാര്യയും ഭർത്താവും ഡിവോഴ്സായി, അതായി മറ്റേതായി മറിച്ചേറായി, ഇങ്ങനെ കൊച്ചു 1 മിനിറ്റ് 2 മിനിറ്റ് 3 വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ അവരുടെ ചാനലിൽ കയറി നോക്കിയ സമയത്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ചില മോശമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ, അണ്ണനെ കൊണ്ട് വല്ലതും പറ്റുമോ, പറ്റില്ലെങ്കിൽ എന്റെ നമ്പർ തരാം, ഒന്ന് മിസ് അടിച്ചാൽ മതി, അങ്ങനെ കുറെ കമന്റ് ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് ഈ ഒരു വിഷയം തപ്പിപ്പോയ സമയത്ത്. അപ്പൊ ഇതുപോലെ എന്താ പറയണ്ടേ, തന്തയ്ക്ക് ബാക്കി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവന്മാർക്കൊക്കെ എന്ത് മറുപടി കൊടുക്കാനാ? കാരണം വീട്ടിൽ അമ്മയോ പെങ്ങളെയോ ഒന്നും നോക്കാതെ തോന്നി പോലെ നടന്ന് കണ്ടവന്റെ വീട്ടിലെ എന്തൊക്കെ നടക്കുന്നുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, അത് കിട്ടിയെടുത്താൽ നാട്ടുകാർക്കോട്ട് പറഞ്ഞു നടക്കുന്ന ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് സംബന്ധമായിട്ട് ആ മേഡവും വന്നിട്ടുണ്ട്, ആ സാറും വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യ എന്തായാലും നമുക്ക് ലൈക്ക് ചെയ്യാം. ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫയലിംഗ് എ കേസ് അഗൈൻസ്റ്റ് എവ്രി വൺ ഹു ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൽ എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗൈൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും വരുന്ന ഓരോ ആൾക്കാരോടും 82ഓളം ആൾക്കാരുണ്ട്, എല്ലാവരോടും താങ്ക് യു ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം കഫേ വൈബ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പം അതിനകത്ത് ഒരു സാധനം പോലും ഇല്ല. എനിക്ക് തോന്നുന്നവന്മാർ മുക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിവോഴ്സ് ആയെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വേറെ പണിയൊന്നുമില്ല നിനക്കൊക്കെ, ഇവിടെ വ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ അന്തസ്സോടെ ഉണ്ടാക്കുക, അതാണെങ്കിൽ കുഴപ്പമെങ്കിലും ഇല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വോയിസ് ഓവറാണ്. ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ വെച്ച് 1-2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും, എന്നിട്ട് ഇവരങ്ങ് പോവുകയും ചെയ്യും. അത്യാവശ്യം റീച്ചുള്ള ചാനലാണെങ്കിൽ നല്ല രീതിയിൽ ഇത് കയറി അങ്ങ് വൈറലാവുകയും ചെയ്യും. അവർ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് കയറി എന്തിനായി ഇങ്ങനെ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതിന്? അവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാ തീരുമാനം. പിന്നെ ബിഗ് ബോസിലെ ഫിറോസ് ഖാനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ബിഗ് ബോസിലെ ഫിറോസ് ഖാനാണോ ഇനി മറ്റു ഫിറോസ് ഖാനാണോ എന്നൊന്നും പറയത്തില്ല. അദ്ദേഹമാണെങ്കിൽ 2 ചൊറിച്ചിൽ കൂടുതലാണ്, 4 പൊട്ടിര് കൊടുത്തെന്നും പറഞ്ഞ് ഒരു കുഴപ്പവും വരാനില്ല. ഞാനാണെല്ലാം, എൻ്റെ നാവാണെല്ലാം, ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ് എല്ലാം ഓവറാണ്. ഇയാൾ ഭയങ്കര ഓവറും വെറുപ്പീരാണ് അദ്ദേഹമാണെങ്കിൽ. അല്ലാത്ത പക്ഷം നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്തായാലും കേസും കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകാൻ അവരുടെ തീരുമാനം കാര്യങ്ങളും ഇദ്ദേഹം തന്നെ ഒരു ക്ലിയർ ആക്കട്ടെ. ഇനി ആ ഫിറോസ് ആണോ ഇനി വേറെ ഫിറോസ് ആണോ എന്ന് ഇവർ തന്നെ പറയട്ടെ. മോശമായ കമന്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഐ റിപ്പീറ്റ്, there have been a few videos with very wrong titles being posted by a channel called Cafe Vibe and many other channels also. Cafe Vibe is the one who posted within 2-3 days. I'm busy with my work and that's why I've not filed the case yet. But yes, all those people, especially a person by name Firoz Khan, his ID is Firoz Khan, and others who are writing very vile and vulgar comments, we are filing a case against each and every one of them. We are not going to spare anyone who abuses for no reason without even knowing us. ഞങ്ങളെ അറിയ പോലും ചെയ്യാതെ തോന്നിവാസം എഴുതുന്ന നിങ്ങൾക്കെതിരെ ആരാണോ അത് എഴുതുന്നത് അവർക്കെതിരെ തീർച്ചയായിട്ടും ലീഗൽ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ആൻഡ് ഐ ആം സേയിങ് യു ഷുഡ് നോട്ട് ഡു ദിസ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്. ഇത് തെറ്റെന്ന് പറയാൻ കാരണം
ഒരാളെയും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഒരു അധികാരവും ഇല്ല. യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു ഡിഫെയിം ഓർ കൈൻഡ് ഓഫ് പോസ് വൾഗർ കമന്റ്സ് ലൈക്ക് യു ആർ ഡൂയിങ് നൗ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനും ഐ എം നോട്ട് കമ്മിങ് ഫോർ എനി കൈൻഡ് ഓഫ് say I'm not asking you about my family life, how I should live or how I should be living, but these vulgar comments are very, very nasty, and I strongly say that action will be taken if I come back and find these comments or these videos online still. Then yes, every name, every channel which posted wrong titles just for the sake of getting some money, I'm filing a case against them, because this is defaming us, spreading false news, bullying and cyberbullying, especially harassment, violent, vulgar, sexual comments against us. It is not tolerated. I repeat, I am going ahead with a strong legal case. So you have a few days left before which I finish my work and come back. You have time to decide whether you want to still post such vulgar comments, and legal action will be taken. I'm feeling very sorry for you, because your family deserves a little more respect. Unlike what the kind of posts you're posting or the comments you're writing, your family deserves a better human. That is what I have to say. നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരാളെ കിട്ടേണ്ടതായിരുന്നു. നിങ്ങളെപ്പോലത്തെ ഒരാളാണ് ഇത്രയും മോശമായിട്ട് എഴുതുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ പുറത്താക്കും. ബിക്കോസ് അത്രയ്ക്ക് മോശമായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. പുള്ളി പറഞ്ഞ മനസ്സിലായല്ലോ, വെച്ച് താമസിപ്പിക്കാനൊന്നുമില്ല, നേരെ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. ചില കമന്റ്സും ഞാൻ കാണാറുണ്ട്, സാറിന്റെ ഞങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം നിന്നെയൊക്കെ കിട്ടിക്കഴിയുമ്പം ഇതേ സംസാരം തന്നെ സംസാരിക്കണം. പിന്നെ ഉറപ്പാണ് ഇവരൊക്കെ അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർ കേസ് കൊടുത്ത അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്യും. നീ ഇന്നെപ്പോലുള്ളവന്മാർ വന്ന് ഇതുപോലെ കമന്റും കാര്യങ്ങൾ ഇടുമ്പോൾ നാളെ നിന്നെയൊക്കെ പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ നിങ്ങളുടെ വൈഫും അല്ലെങ്കിൽ കുട്ടികളും ഒക്കെ സമൂഹത്തിന് മുമ്പിൽ ചീത്തയാവുകയല്ലേ ചെയ്യുന്നത്, നീ ഒരുത്തം കാരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഇതിൻ്റെ കാണാറുണ്ട്, ഇവരുടെ വീഡിയോയിലാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണെങ്കിൽ പോലും. അതുകൊണ്ട് ഫേസ്ബുക്ക് അമ്മാവന്മാരും അമ്മായികളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ പണിയില്ലാതെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ എന്തിനാ വെറുതെ. അതുകൊണ്ട് ഉള്ള വയ്യാവേലി പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ദിവ്യ മേഡം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വരാൻ കാരണം എനിക്ക് ഏട്ടന് ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി, ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. അറിയില്ല ഇനിയിപ്പോ അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്, ഇതൊരു സ്പെഷ്യൽ വീക്കാണല്ലേ. ആ വീക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്കിത് ഫസ്റ്റ് തന്ന ഗിഫ്റ്റാണ്, അയച്ചു തന്നതാണ് ഗിഫ്റ്റാണ് ലിപ്സ്റ്റിക്കിന്റെ ഒരുപാട് ഷെയ്ഡ്സുകൾ. ഏട്ടനറിയാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക്. ഞാൻ ഇപ്പൊ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ എനിക്കിത് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ എന്താണ് ഇതാ ചോക്ലേറ്റ്, ഡയറി മിൽക്ക്. പിന്നെ ഇതാ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ല്ലോ അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. വാലന്റൈൻസ് ഡേ ഒക്കെ അവരെ അടിച്ചു പൊളിക്കാണ്. ഇപ്പോഴത്തെ യങ് പിള്ളേരെ പോലാണ്, 2K പിള്ളേർ പോലും മാറി നിൽക്കൂടെ. അതുപോലെ അവർ അടിച്ചു പൊളിച്ച് ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്ന് പറയും, അതായത് ദിവ്യയുടെ മക്കൾക്ക് എത്രമാത്രം ഇതായിരിക്കും ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറയുമ്പോൾ. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കണ്ട് കുറ്റവും കുറവൊക്കെ കണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കുക, അത്യാവശ്യം നല്ല കാര്യങ്ങൾ സംസാരിക്കുക, കമന്റ് ഇടാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നിങ്ങൾ വിചാരം ഒരു ഫേക്ക് ഐ ഡി അത് ക്രിയേറ്റ് ചെയ്ത് അത് ചെയ്യേണ്ട കൂട്ട് ചെയ്താൽ നിങ്ങളുടെ ലൊക്കേഷൻ വരെ തപ്പിയെടുത്ത് സാധനം വരെ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നത് നിങ്ങളിപ്പോൾ എറണാകുളത്ത് പോയാൽ അവിടെ ആണെങ്കിലും ഇതിൻ്റെ കറക്റ്റ് കാണാൻ പറ്റും. അതുകൊണ്ട് മക്കളെ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലികൾ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.
ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. വാലന്റൈൻസ് ഡേ ഒക്കെയാണ്, അമ്മാവനും അമ്മായിമാരോടും ഒക്കെ ഒന്നേ പറയാനുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ വഴക്കിട്ട് ഇങ്ങനെ കുറ്റവും കുറഞ്ഞും ഒക്കെ ഇരിക്കാതെ പോയി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വാലന്റൈൻസ് ഡേ അല്ലേ, വൈഫിനെ കൊണ്ട് കറങ്ങാനൊക്കെ പോവുക, അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോവുക, അതൊക്കെ പോയി ചെയ്യാനൊക്കെ നോക്ക്. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത്? അപ്പം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്ത് എന്തായാലും അവർ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. അവർ പോട്ടെ, അതിൻ്റെ ഇടയില പെടുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയുകയും കൂടെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ബൈ, ലവ് യു ഓൾ.